ശോഭേ, എന്തോ ഭക്ഷണം റെഡി ആയടി? അയ്യോ ചേട്ടാ, ഞാൻ കുളിക്കുവാ. ഇത് എന്താടി, എനിക്ക് ഓഫീസിൽ പോണ്ടേ? നീ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ഓ, നിങ്ങളുടെ ഒരു ഓഫീസ് ഇന്നലെ വരെ ഇവിടെ ലീവ് എടുത്തിരുന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര ധൃതി എന്താ? നീ ഇരിക്കുമ്പോഴല്ലേടി ഇന്നലെ ഡോക്ടർ പറഞ്ഞത് പ്രഷറും ഷുഗറും കൂടുതലാണ്, റെസ്റ്റ് എടുക്കാൻ. ഓഫീസിലാകുമ്പോ സുഖമായിട്ട് റെസ്റ്റ് എടുക്കാൻ പാടില്ലേ? ആ, എന്നാലും ഞാൻ കുളിച്ചോണ്ടിരിക്കുക, ഇപ്പൊ പറ്റിയല്ല. പെട്ടെന്ന് ഭക്ഷണം കൊണ്ടുപോവാ ശോഭ, എനിക്ക് ഓഫീസിൽ പോണോന്നേ. നടക്കുകയല്ലാന്ന് പറഞ്ഞില്ലേ മനുഷ്യ? ആ, ഇന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോക്ക് നടക്കല. ഞാൻ പോണേട്ടാ. എങ്ങോട്ട്? ഓഫീസിൽ പോണെന്ന്. ആ, എങ്ങോട്ടെങ്കിലും പോ. ഈ എത്ര നാളായി ടി വി കംപ്ലൈന്റ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നു. ഇതൊന്ന് നന്നാക്കാൻ ഇതുവരെ അവക്ക് തോന്നിയില്ല. ഏതായാലും നന്നാക്കിയാല കടയിൽ കൊടുത്തേക്കാം. ആ, ഹലോ എടാ, നീ ആ പെട്ടെന്ന് ഓർഡർ ഷർട്ട് വീടിന്റെ വാതിക്കലേക്ക് വാ. ആ ടി വി ഒന്ന് കൊണ്ടു കൊടുക്കാനാ. വരുവാ? ഓക്കെ എന്നാ ഞാൻ പുറത്തുണ്ടേ. ആ, അമ്മേ. ആ, അയ്യോ, ചേട്ടൻ പോയി. ശോ, ഭക്ഷണം പോലും കഴിക്കാതെ പോയി. അയ്യോ ദൈവമേ, ടി വി എവിടെ പോയി? ദൈവമേ, ടി വി കള്ളം കൊണ്ടുപോയാ? ശോ, ഞാനിനി എന്ത് പറയും ചേട്ടൻ വരുമ്പോ? അയ്യോ നാട്ടുകാരെ, അയ്യോ നാട്ടുകാരെ, ഓടി വരണേ, വീട്ടിൽ കള്ളം കയറി ടി വി കൊണ്ടുപോയേ. അയ്യോ, ഞാനിനി വീട്ടിൽ കള്ളം കയറി ടി വി കൊണ്ടുപോയി. അപ്പൊ ചേട്ടനോ? ചേട്ടൻ പുറത്തു പോയിരിക്കുക. അപ്പൊ കള്ളം കണ്ടോണ ചേച്ചി കണ്ടില്ലേ? ഞാൻ കുളിക്കുവായിരുന്നു. അല്ല, ഇപ്പൊ ചേട്ടനില്ലേ ഇവിടെ? ഇല്ല. അപ്പൊ ഞാൻ തകർക്കും. അല്ല, ഞാൻ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യുമെന്ന്. നീ ആ ഫോൺ എടുത്ത് ചേട്ടനെ വിളിക്ക്. ചേട്ടനെ വിളിക്കാൻ ഫോൺ. അയ്യോ, എന്റെ ചൈനയുടെ സെറ്റാ. എന്റെ പൊന്നെ, ചേച്ചിയുടെ നമ്പർ എന്ന് പറഞ്ഞതാ. എന്റെ നമ്പർ എന്തിനാ? ചേച്ചിയുടെ നമ്പർ എന്തിനാ? എന്തായാലും കഴിഞ്ഞ കഴിഞ്ഞാൽ എന്തായാലും കാര്യമുണ്ട്, ചേച്ചി വിളിച്ചാലോ. ഓ, വിളിച്ചേ. സ്വിച്ച് ഓഫാ. പ്രിയമുള്ളവരെ, ഞാൻ ഉറക്കം പ്രഖ്യാപിക്കുകയാണ്. ഈ കള്ളന്മാർ വിളയാടുന്നത് ഈ സമൂഹത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ഞാൻ ഉറക്കം പ്രഖ്യാപിക്കുകയാണ്. എന്തായി പറയണേ? പ്രസിഡന്റ് അല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ്? ഞാനാണോ? പ്രതിവർഷം രാജിവെക്കണമെന്ന് ഉറക്കം പ്രഖ്യാപിക്കും. അല്ല, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? പോലീസിന് ചെന്നൊരു പരാതി എഴുതി കൊടുക്കും. അതാ പെങ്ങള് പാവങ്ങളെ അങ്ങോട്ട് കേറി വാ. എസ് ഏതോ ഇല്ലടോ, ഞാൻ വിളിക്കുന്ന പറ. സാറല്ലേ അവരുന്ന്? കുഴപ്പമൊന്നുമില്ലേ? ക്ഷമിക്കണം സാറേ, ഒരു പരാതി ബോധിപ്പിക്കാൻ വന്നാണേ. എന്ത് പരാതി? ഈ പെണ്ണുമ്പളുടെ ദൂരദർശനം കാണാതെ ടിവി, ടെലിവിഷൻ സാർ. ഈ പെണ്ണുമ്പളുടെ ഭർത്താവ് നമ്മുടെ ഒരു പാർട്ടി പ്രവർത്തകനാ. സാറ് മുൻനിരയിൽ നിന്നുകൊണ്ട് ഈ കേസ് ഒന്ന് കള്ളനെ കണ്ടെത്തണം. എത്രയും പെട്ടെന്ന് കേട്ടല്ലോ. 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പഞ്ചായത്തിലെ ഈ പെണ്ണുമ്പിള്ളയുടെ വീട്ടിൽ കയറി ടി വി മോട്ടിച്ചവനെ ഞാൻ കണ്ടുപിടിച്ചു തരും. ഓക്കേ? മതി. ശോഭേ, ഇങ്ങോട്ട് വന്നേടി, ഒരു സൂത്രം കാണിച്ചു തരാം. എന്റെ ദൈവമേ, ടി വി കൊണ്ട് ചേട്ടൻ പോയിരിക്കായിരുന്ന? ആ, രാവിലെ പോയപ്പോ നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോയി. ദൈവമേ, ഇത് ഇവിടെ കാണാഞ്ഞിട്ട് ഇവിടെ ഉണ്ടായ പുകിൽ എന്താന്ന് ചേട്ടൻ അറിയോ? എന്ത് പറ്റി? ടി വി കള്ളം കൊണ്ടുപോയെന്നല്ലേ ഞാൻ വിചാരിച്ചത്. ആണാ? നീ എന്നെ കള്ളനുമാക്കിയാപ്പാ? ദൈവമേ, ഞാൻ നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി, MLA വന്ന്, കൗൺസിലർ വന്ന്, അവരെല്ലാരും എന്നെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുപ്പിച്ചു. അത് ശരി, ഒരു പെണ്ണ് കിടന്ന കാര്യം ഇവിടെ നാട്ടുകാർ വന്ന്, MLA വന്ന്, മന്ത്രി വന്ന്, കൗൺസിലർ വന്ന്. എടി, ഇന്നാളെ ദിവസം തല തേങ്ങ വീണെന്നും പറഞ്ഞ് അയ്യോ ആശുപത്രി കൊണ്ടുവന്നും പറഞ്ഞ് കാറിയിട്ട് ഒരു പട്ടി പോലെ ഈ വീടിനകത്തിട്ട് കയറിയാ. ഞാൻ ചേട്ടനെ എത്ര പ്രാവശ്യം മൊബൈലിൽ വിളിച്ചു. ഞാൻ ഓഫീസിലേക്കാണ് പോയത്. ഉറങ്ങുമ്പോ ഞാൻ ഫോൺ എടുക്കാനെന്ന് അറിയാൻ പാടില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? പോലീസിൽ കൊടുത്ത പരാതി പിൻവലിക്കണ്ടേ? ആ, എത്രയും പെട്ടെന്ന് പിൻവലിക്കാം. ഇല്ലെങ്കിൽ നാളെ പോലെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും ഒക്കെ ഇവിടെ കയറി നിരങ്ങും. നീ റെഡിയാകും. പോയി വേഗം റെഡിയാകും. സാറ് നമസ്കാരം. നമസ്കാരം. ആരാ? മനസ്സിലായി? അതെ, രാവിലെ എന്റെ ഭാര്യയും പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിട്ട് ഒരു പരാതി ഇവിടെ തന്നിരുന്നു. മറ്റേ ടി വി മോഷണം പോയി. ഓ, ടി വി മോഷണം പോയത്. എന്ത് വിവാദമാണത്? രാവിലെ MLA, കൗൺസിലർ, പഞ്ചായത്ത് പ്രസിഡന്റ് ആരൊക്കെയാണ് വിളിക്കുന്നത്? സാറേ, ഭയങ്കര വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നം. സാർ, ആ പരാതി ഒന്ന് പിൻവലിക്കണം. പിൻവലിക്കണോ? അതെന്താ? അല്ല, നമ്മൾ ഈ പരാതി കൊടുത്ത അതിന് കേസായി, കോടതിയായി, ജാമ്യം എടുക്കലായി, വെറുതെ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ. സമയമില്ലാത്തല്ലോ സാർ, അത് പിൻവലിക്കണം. ശരി, നിങ്ങൾക്ക് പരാതി ഇല്ലെങ്കിൽ ഞാൻ പിൻവലിച്ചിരിക്കുന്നു. താങ്ക് യു സാർ. എന്റെ ശോഭ, എന്റെ അമ്മേ, ആ പരാതി പിൻവലിച്ചപ്പോഴാണ് മനസ്സിനൊരു സമാധാനമായത് അല്ലേ? ഞാനില്ലെങ്കിൽ കാണായിരുന്നു. നീയാണ് ഈ കുഴപ്പങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത്. പിന്നെ ടി വി എടുത്തോണ്ട് പോകുമ്പോ എന്നോടൊരു വാക്ക് പറയണ്ടേ? അയ്യോ, നിനക്ക് ഞാൻ വെറ്റിലേമ്പാക്കുന്ന ദക്ഷിണ വെച്ചിട്ട് പോകാടി. ഓ, പിന്നെ ദൈവമേ. എന്നാലും ആ TV ഉണ്ടാക്കി വെച്ചൊരു പുകിലേ. ശോഭേ, നമ്മുടെ TV. അയ്യോ ചേട്ടാ, നമ്മുടെ TV എവിടെ പോയി? നീ എടുത്താ? ദൈവമേ, ശരിക്കും നമ്മുടെ TV കള്ളം അയ്യോ, നമ്മുടെ TV കള്ളം കൊണ്ടുപോയാ? ഒരു മിനിറ്റ്. ഹലോ, SI മാനല്ലേ? അതെ, ഞാൻ നേരത്തെ പരാതി പിൻവലിച്ച ആളാ. അതെ സാർ, എന്റെ പരാതി പിൻവലിക്കരുതേ.
ഇപ്പൊ നിങ്ങൾ അങ്ങനെ പറയുന്നേ? എന്റെ സാറേ ഇപ്പഴാ ഞങ്ങളുടെ ടി വി ശരിക്കും കള്ളം കൊണ്ടുപോയത്.